SLIT-ലെ 4ാമത്തെ ചാപ്റ്റർ സൈബർ പ്രപഞ്ചം അഥവാ സൈബർ സ്പേസ്. ഈ ഒരു ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത്. ആദ്യം തന്നെ പറയട്ടെ, ഈ ചാപ്റ്റർ നിങ്ങൾ നിർബന്ധമായിട്ടും വായിച്ചിരിക്കണം. അതായത് ടെക്സ്റ്റ് ബുക്കിലെ ഈ ഒരു ചാപ്റ്റർ നിർബന്ധമായും നിങ്ങൾ വായിച്ചിരിക്കണം. കാരണം ഏത് ലൈനിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് ചോദ്യം ചോദിക്കാം. അതുകൊണ്ട് നിർബന്ധമായി ഈ ചാപ്റ്റർ മുഴുവനായിട്ട് വായിക്കുക. നമ്മൾ ഈ ഒരു വീഡിയോയുടെ എയിം എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നോക്കുക എന്നുള്ളതാണ്. What is the term for the entire world that includes interconnected computers, smartphones, servers, other digital devices and the information exchanged through them? പരസ്പരം ബന്ധിപ്പിച്ച കമ്പ്യൂട്ടറുകൾ, സ്മാർട്ട് ഫോണുകൾ, സെർവറുകൾ, മറ്റ് ഡിജിറ്റൽ ഉപകരണങ്ങൾ എന്നിവയും അതിലൂടെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുന്ന ഇൻഫർമേഷൻസ്, കൈമാറ്റം ചെയ്യപ്പെടുന്ന വിവരങ്ങളും ഉൾപ്പെടുന്ന ഡിജിറ്റൽ ലോകത്തെ മൊത്തമായിട്ട് എന്താണ് നമ്മൾ വിളിക്കുന്നത്? സ്പേസ് എന്നാണോ, സൈബർ സ്പേസ് എന്നാണോ, സോഷ്യൽ മീഡിയ എന്നാണോ, വെബ്സൈറ്റ് എന്നാണോ? വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. ഇതിന്റെ ആൻസർ നമുക്കറിയാം. റൈറ്റ് ആൻസർ സൈബർ സ്പേസ് ആണ് റൈറ്റ് ആൻസർ. കാരണം സൈബർ സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താ? നക്ഷത്രങ്ങൾ, അതേപോലെ ഗ്രഹങ്ങൾ, ഇവയൊക്കെ ചേർത്തിട്ടല്ലേ നമ്മൾ സ്പേസ് എന്ന് വിളിക്കാറ്, അല്ലെ? അപ്പോൾ അങ്ങനെയുള്ള, അതായത് അത് സ്പേസ് ആണെങ്കിൽ സൈബർ സ്പേസ് എന്ന് പറയുമ്പോൾ ആ സൈബർ സ്പേസിൽ പരസ്പരം കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കമ്പ്യൂട്ടർ, അതിലൂടെ ഷെയർ ചെയ്യുന്ന ഇൻഫർമേഷൻസ്, അതേപോലെ ഈ പറഞ്ഞിരിക്കുന്ന സെർവർ, ഇങ്ങനെയുള്ള സ്മാർട്ട് ഫോണുകൾ, അതേപോലെ ഇത്തരത്തിലുള്ള ഡിവൈസുകൾ ഒക്കെ ചേർത്തിട്ടുള്ള ആ ഒരു വലിയൊരു വെർച്വൽ ലോകമുണ്ട്. അതിനെയാണ് നമ്മൾ സൈബർ സ്പേസ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട 3 പോയിന്റുകളുണ്ട്. അതായത് 3 വേർഡ്സ്. ഒന്നാമത്തേത് ഇന്റർനെറ്റ്. ആദ്യത്തേത് ഇന്റർനെറ്റ്, സൈബർ സ്പേസ്, സൈബർ ലോകം. ഇതൊക്കെ ഏകദേശം ഇന്റർ കണക്റ്റഡ് ആണെങ്കിലും 3 ഇന്റർനെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം ബന്ധിപ്പിച്ച കമ്പ്യൂട്ടറുകളുടെ ആഗോള ശൃംഖല. ലോകം മൊത്തമല്ല, ഗ്ലോബൽ ആയിട്ടുള്ള കമ്പ്യൂട്ടറുകളുടെ ഒരു വലിയ ശൃംഖല. പരസ്പരം കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ള, അങ്ങോട്ടും ഇങ്ങോട്ടും ഡാറ്റാസ് ഷെയർ ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഗ്ലോബൽ ആയിട്ടുള്ള വലിയൊരു ഇന്റർ കണക്റ്റഡ് കമ്പ്യൂട്ടേഴ്സിന്റെ ആ ഒരു ശൃംഖലയാണ് നമ്മൾ ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സൈബർ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനെറ്റ്, ഡിജിറ്റൽ സിസ്റ്റങ്ങൾ, വിവര കൈമാറ്റങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന ഒരു സാങ്കല്പിക ഡിജിറ്റൽ ലോകം. ഈ ഇന്റർനെറ്റും അത് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഡിവൈസുകളും ഒക്കെ ചേർന്നിട്ടുള്ള ആ ഒരു വലിയ ലോകത്തെയാണ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സൈബർ സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്തത് സൈബർ ലോകം. ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. സൈബർ സ്പേസ്, സൈബർ ലോകം, എന്താ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? സൈബർ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈബർ സ്പേസിന്റെ ഉള്ളിലുള്ളതാണ്. സൈബർ ലോകം എന്ന് പറയുന്നത് സൈബർ സ്പേസിന്റെ ഉള്ളിലുള്ളതാണ്. ഇപ്പൊ ഒരു ഗെയിം നിങ്ങൾ കളിക്കുന്നു, അപ്പൊ നിങ്ങൾ അവിടെ ഒരു വേൾഡിലേക്ക് കയറുന്നില്ലേ? അതിനെയാണ് നമ്മൾ സൈബർ ലോകം എന്ന് പറയുന്നത്. അതായത് ദ സൈബർ വേൾഡ് റെഫർ ടു ദ സ്പെസിഫിക് വെർച്വൽ സ്പേസ് വിത്തിൻ സൈബർ സ്പേസ് സച്ച് ആസ് ഓൺലൈൻ ഗെയിംസ് ഓർ VR പ്ലാറ്റ്ഫോംസ്. ആ വേൾഡിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് സൈബർ ലോകം. കമ്പ്യൂട്ടർ സിസ്റ്റത്തിലെയും നെറ്റ്വർക്കുകളിലെയും ദൗർബല്യങ്ങൾ കണ്ടെത്താനും പരിഹരിക്കാനും വേണ്ടി അനുമതിയോടെ ചെയ്യുന്ന ഒരു ഹാക്കിംഗ് ഉണ്ട്. ലീഗൽ ആയിട്ടുള്ള ഒരു ഹാക്കിംഗ് ഉണ്ട്. അതിനെന്താ പറയുന്നത്? ഇവിടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് എത്തിക്കൽ ഹാക്കിംഗ് ഒക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. എത്തിക്കൽ ഹാക്കിംഗ് ലീഗൽ ആണ്. വാട്ട് ഈസ് മീൻ ബൈ ദ ഇന്റർനെറ്റ് ഓഫ് തിങ്സ്? IoT. ഇവിടെ IoTയുടെ പൂർണ്ണ രൂപം ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. IoTയുടെ പൂർണ്ണ രൂപം എന്താ? IoTന്റെ പൂർണ്ണ രൂപം ഇന്റർനെറ്റ് ഓഫ് തിങ്സ്. ആ രീതിയിൽ ഒരു ചോദ്യം ചോദിക്കാം. അപ്പൊ അതും കൂടി ഒന്ന് നോക്കുക. ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്നതാണ് IoTയുടെ പൂർണ്ണ രൂപം. ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം പൂർണ്ണ രൂപമൊന്നുമല്ല, ഫുൾ ഫോം ഒന്നുമല്ല. ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഇവിടെ നിങ്ങളൊന്ന് ഓപ്ഷൻസ് നോക്കിയേ. 4 ഓപ്ഷനാണ് ഉള്ളത്. 1, 2, 3, 4, 5 ഓപ്ഷൻ ഉണ്ട്. ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് വെരി ഷോർട്ട് ആൻസേഴ്സിൽ വരും. അതായത് 5 ഓപ്ഷൻസ് ഉണ്ടാവും. അവിടെ 2 ഓപ്ഷൻസ് ശരിയായിട്ടുണ്ടാവും. ഇന്റർനെറ്റുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഭൗതിക വസ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കൽ ഒബ്ജക്റ്റ്, ഭൗതിക വസ്തുക്കളുടെ ഒരു ശൃംഖല. അത് IoTയിൽ പെടുന്നതാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് ആൻസർ ആണ്, IoTയിൽ പെടുന്നതാണ്. ഡിവൈസ് വിത്ത് സെൻസേഴ്സ് ആൻഡ് സോഫ്റ്റ്വെയർ ദാറ്റ് ക്യാൻ കളക്ട് ഡാറ്റ ആൻഡ് ഓപ്പറേറ്റ് ഓർ ഇന്ററാക്ട്. ഡാറ്റ ശേഖരിക്കാനും പ്രവർത്തിപ്പിക്കാനുമുള്ള സെൻസറുകളും സോഫ്റ്റ്വെയറുകളുമുള്ള ഉപകരണങ്ങൾ. അത് IoT ആണോ? അതെ, അതും IoT ആണ്.
അത് IoTയിൽ വരുന്നതാണ്. അതായത് നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു സ്മാർട്ട് ആയിട്ടുള്ള ഒരു ഡിവൈസ് ഉണ്ടെങ്കിൽ ആ ഡിവൈസിൽ ചിലപ്പോൾ സെൻസർ ഉണ്ടാകും. ആ സെൻസർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഡാറ്റ ഇങ്ങോട്ടേക്ക് റിസീവ് ചെയ്യാം, അത് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അത്തരത്തിലുള്ള ഡിവൈസുകളിൽ സോഫ്റ്റ്വെയർസ് ഉണ്ടാകും. അത്തരത്തിലുള്ള സോഫ്റ്റ്വെയറുകളും അതിനാവശ്യമായുള്ള സെൻസറുകളും ഒക്കെ ഉള്ളതാണ് IoT എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിച്ച് ടെക്നോളജീസ് ആർ ഇൻ്റഗ്രേറ്റഡ് ഇൻ ടു മെറ്റാവേഴ്സ്? ആദ്യം മെറ്റാവേഴ്സ് എന്താ അതറിഞ്ഞാലല്ലേ നമുക്ക് അതിൽ എന്തൊക്കെ ഉണ്ടാവും എന്ന് പറയാൻ പറ്റൂ. മെറ്റാവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിയൽ വേൾഡിൽ കാണുന്ന പല കാര്യങ്ങളും നമുക്ക് ഒരു വെർച്വൽ വേൾഡിലൂടെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പറ്റും, അതും അതേ ഫീലോട് കൂടി. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ഈജിപ്തിനെ പറ്റി പഠിക്കുന്നു. അപ്പോൾ നമുക്ക് ഈജിപ്തിലെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനും മനസ്സിലാക്കാനും ഈജിപ്തിൽ പോകുന്നതിന് പകരം നമ്മളൊരു ലാബിൽ ഇരുന്നിട്ട് നമ്മൾ ആ ഈജിപ്തിലുള്ള ഓരോ കാര്യങ്ങളും കണ്ട് മനസ്സിലാക്കുകയാണ് അവിടെ പോകുന്ന ആ ഒരു ഫീലോട് കൂടി. അതാണ് മെറ്റാവേഴ്സ് എന്ന പ്ലാറ്റ്ഫോം സാധ്യമാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ മെറ്റാവേഴ്സ് ഈ ഒരു സംഭവം സാധ്യമാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് ടെക്നോളജീസ് ഉണ്ട്. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓഗ്മെന്റഡ് റിയാലിറ്റിയും വെർച്വൽ റിയാലിറ്റിയുമാണ്. എ ഡിജിറ്റൽ അസറ്റ് ദാറ്റ് സെർവ് ആസ് എ ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോം. താഴെ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഓൺലൈൻ പഠന പ്ലാറ്റ്ഫോമായി പ്രവർത്തിക്കുന്ന ഡിജിറ്റൽ ആസ്തി ഏതാണ്? അതായത് സോഫ്റ്റ്വെയറുകളൊക്കെ ഡിജിറ്റൽ അസറ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിലിവിടെ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസിൽ ഏത് ഡിജിറ്റൽ അസറ്റ് ആണ് ഓൺലൈൻ പഠന പ്ലാറ്റ്ഫോമായിട്ട് പ്രവർത്തിക്കുന്നത്? റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഖാൻ അക്കാദമി. ഖാൻ അക്കാദമി എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ അസറ്റ് ആണ്. അത് ഓൺലൈൻ പഠന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ്. എക്സാമ്പിൾ ഓഫ് IoT ഡിവൈസസ്. സ്മാർട്ട് TV ആണോ, സ്മാർട്ട് ഫ്രിഡ്ജ് ആണോ, ധരിക്കാവുന്ന ഫിറ്റ്നസ് ട്രാക്കർ ആണോ, ഇവയെല്ലാം ആണോ? ഇതിന് ആൻസർ എന്തായിരിക്കും? നമുക്കറിയാം സ്മാർട്ട് TV ഒരു IoT ഡിവൈസ് ആണ്, സ്മാർട്ട് ഫ്രിഡ്ജ് ഒരു IoT ഡിവൈസ് ആണ്, നമുക്ക് ധരിക്കാൻ പറ്റുന്ന വെയറബിൾ ആയിട്ടുള്ള ഫിറ്റ്നസ് ട്രാക്കറും ഒരു IoT ഡിവൈസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏതായിരിക്കും റൈറ്റ് ആൻസർ? റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദീസ്. ഇവയെല്ലാം IoT ഡിവൈസ് ആണ്. ദ വേർഡ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് മാസീവ് വോളിയം ഓഫ് ഡാറ്റ പ്രോസസ്ഡ് ഡിജിറ്റലി ഈസ് ഡാഷ്. അതായത് ഡിജിറ്റലായി പ്രോസസ് ചെയ്യപ്പെടുന്ന വലിയ തോതിലുള്ള ഡാറ്റയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദം, ആ ഒരു പദമാണ് ചോദിച്ചിരിക്കുന്നത്. ആ ഒരു ചോദ്യത്തിന് തന്നെ നമുക്ക് ഉത്തരം കിട്ടും. വലിയ വോളിയമുള്ള, ഓക്കെ, വലിയ ഡിജിറ്റലായിട്ടുള്ള വലിയ വോളിയമുള്ള വലിയ തോതിലുള്ള ഡാറ്റ സെറ്റ്, അതിന് എന്താണ് നമ്മൾ പറയുന്നത്? നോക്കാം. മെറ്റഡാറ്റയാണോ, സ്പാം ആണോ, ബിഗ് ഡാറ്റ ആണോ, സെറ്റ് ആണോ? റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ബിഗ് ഡാറ്റ. പേരിൽ തന്നെയുണ്ട് ബിഗ് ഡാറ്റ ഇസ് ദ റൈറ്റ് ആൻസർ. സ്പെൻഡിങ് ടു മച്ച് ടൈം ലുക്കിംഗ് ഡൗൺ അറ്റ് എ മൊബൈൽ സ്ക്രീൻ ക്യാൻ ലീഡ് ടു ഡാഷ്. അതായത് മൊബൈൽ സ്ക്രീനിലേക്ക് നിരന്തരം താഴേക്ക് നോക്കിക്കൊണ്ട് സമയം ചിലവഴിക്കുന്നത് എന്തോ ഒരു സംഭവം ഉണ്ടാക്കും. നമ്മൾ കുറേ സമയം നമ്മളെ മൊബൈൽ ഫോൺ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ചില സംഭവങ്ങൾ ഉണ്ടാവും. എന്താ? ഒന്നാമത് തന്നെ കഴുത്ത് വേദന ഉണ്ടാവും അല്ലേ? അങ്ങനെ അതിനൊരു പേര് പറയും. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ടെക്നെക്ക് ആണ്. ടെക്നെക്ക്. കുറേ ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കുറേ ചോദ്യങ്ങൾ ചോദിക്കും. അതുകൊണ്ട് നമുക്ക് വേറെ ഒരു സ്ലൈഡ് നോക്കാം. ഈ സ്ലൈഡിൽ പ്രോബ്ലംസ് കോസ്ഡ് ഡ്യൂ ടു എക്സസീവ് യൂസ് ഓഫ് ഇൻ്റർനെറ്റ്. ഭയങ്കരമായിട്ട് നമ്മൾ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് ഇതിൽ വരുന്നതാണ് ടെക്നെക്ക് കേട്ടോ. ഇതിൽ വരുന്നതാണ് ടെക്നെക്ക് എന്ന് പറയുന്നത്. നമുക്ക് അതിലേക്ക് വരാം. നിർബന്ധമായിട്ട് ഇത് നിങ്ങൾ പഠിക്കണം. ഈ ഒരൊറ്റ സ്ലൈഡിലൂടെ കുറേ ചോദ്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ആദ്യത്തെ പോയിന്റ് ഫോമോ. എന്താണ് ഇത് എന്നുള്ളത് നോക്കാം. ഫോമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. അതായത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കുറേ റീൽസ് കാണും. നമ്മൾ പറയാറില്ലേ റീൽസ് നോട്ട് റിയാലിറ്റി എന്ന് പറയാറില്ലേ? റീൽസ് കാണും. അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ, പക്ഷെ എനിക്കൊന്നും ഇത് കിട്ടുന്നില്ലല്ലോ. അങ്ങനെയുള്ളൊരു ഫിയർ, ഒരു പേടി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ ഫോമോ എന്ന് പറയുന്നത്. ഇത് പലർക്കും ഫേസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? ഫോമോ എന്ന് പറയുന്നത് നമ്മൾ ഇത്തരത്തിലുള്ള പലതും കാണുമ്പം ഇതൊക്കെ മിസ്സായിപ്പോ, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്, ഇതൊക്കെ മിസ്സായിട്ടുണ്ടോ എന്ന് നമുക്ക് തന്നെ നമ്മളോട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഒരു പേടി ഉണ്ടാവും. ഇതൊന്നും എനിക്ക് കിട്ടുന്നില്ലല്ലോ, അല്ലെങ്കിൽ അതൊന്നും നമുക്ക് ഒരു എൻജോയ്മെന്റ് ഇല്ലാലോ എന്ന് നമുക്ക് തോന്നാൻ ചാൻസ് ഉണ്ട്. അതൊരു പ്രോബ്ലം ആണ് ഫോമോ. ഓക്കെ, അടുത്തത് ഗെയിമിംഗ് ഡിസോർഡർ. പേരിൽ തന്നെയുണ്ട് ഗെയിമിംഗ് ഡിസോർഡറിൻ്റെത് അല്ലേ? പേരിൽ തന്നെയുണ്ട്. എന്തായിരിക്കും ഗെയിമിംഗ് ഡിസോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഗെയിം കുറേ ടൈം കളിക്കുകയാണെങ്കിൽ ആ ഒരു അവസ്ഥയാണ് നമ്മൾ ഗെയിമിംഗ് ഡിസോർഡർ എന്ന് പറയുന്നത്. ഇതുമൂലം ദൈനംദിന സാഹചര്യങ്ങൾ, പഠനം എന്നിവ ശ്രദ്ധിക്കാതെ വരുന്നത്. ഇതിന് ഇംഗ്ലീഷ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ.
Excessive gaming. Due to this, daily routine activities and studies are not attended. അപ്പോൾ നമുക്ക് പഠിക്കാനൊന്നും പറ്റില്ല. പഠിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഗെയിമിനെ പറ്റിയുള്ള ആലോചനയായിരിക്കും, ഗെയിം കളിക്കണം എന്നുള്ളൊരു ടെൻഡൻസി ആയിരിക്കും ഉണ്ടാവുക. അതിനെയാണ് നമ്മൾ ഗെയിമിംഗ് ഡിസോർഡർ എന്ന് പറയുന്നത്. അടുത്തത് എന്താ? അടുത്തത് സൈബർ കോൺട്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഒരു ചുമയോ അങ്ങനെയും കാര്യങ്ങൾ വന്നാൽ നമ്മൾ ഡോക്ടറെ അടുക്ക പോവാതെ നമ്മൾ നേരെ എന്ത് ചെയ്യും, ഗൂഗിളിൽ പോയിട്ടും അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് സെർച്ച് ചെയ്ത് കൊടുക്കും. അത് നമുക്ക് വലിയ ആങ്സൈറ്റി ഉണ്ടാക്കും, ഭയങ്കരമായിട്ട് പേടിയും അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഒരു ആങ്സൈറ്റി നമുക്ക് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സൈബർ കോൺട്രിയ എന്ന് പറയുന്നത്. എന്തിനും നമ്മൾ ഇത്തരത്തിലുള്ള മെഡിക്കലായിട്ടുള്ള കാര്യങ്ങൾക്ക്, രോഗലക്ഷണങ്ങൾക്ക്, ഒരു തലവേദന വന്നാൽ ഒക്കെ പോകും. നമ്മൾ നേരെ എന്ത് ചെയ്യണം, അത്തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നേരെ ഡോക്ടറെ അടുക്ക പോവാം. ഗൂഗിളും യൂട്യൂബും ഒക്കെ നമുക്ക് നോക്കാം, അതിൽ തെറ്റില്ല. പക്ഷെ അത് തന്നെ നോക്കിയിട്ട് നമ്മൾ തന്നെ സ്വയം ഡോക്ടറായിട്ട് മാറരുത്. അടുത്തതാണ് നോ മൊബൈൽ ഫോബിയ. ദാറ്റ് മീൻസ് മൊബൈൽ ഫോണോ ഇന്റർനെറ്റ് ബന്ധമുള്ള എന്തെങ്കിലും ഉപകരണങ്ങളോ ഇല്ലാത്തപ്പോഴുണ്ടാവും അമിതമായ ഉത്കണ്ഠ. അതായത് ആങ്സൈറ്റി ആണ് നമ്മൾ പറയുന്നത്. നമ്മൾ കുറേ ടൈം മൊബൈൽ ഫോണും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ഇതൊന്നും ഇല്ലാണ്ട് കുറച്ച് സമയം ഇരിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ആങ്സൈറ്റി ഉണ്ടാവും. ഓക്കെ, അയ്യോ ഇതൊന്നും ഇല്ലാണ്ട് പറ്റുന്നില്ലേ എന്ന് തോന്നും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അതിനെയാണ് നമ്മൾ നോ മൊബൈൽ ഫോബിയ എന്ന് പറയുന്നത്. ടെക്നിക്ക് എന്താ, നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ടെക്നിക്ക് എന്താണെന്നുള്ളത്. സ്മാർട്ട് ഫോണിലൂടെയോ ടാബ്ലറ്റിലൂടെയോ ദീർഘനേരം നോക്കുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന അവസ്ഥ എന്തൊക്കെയാണ് അതുകൊണ്ടുണ്ടാകാം? കഴുത്ത് വേദന ഉണ്ടാകാം, പിരിമുറുക്കം ഉണ്ടാകാം, അസ്വസ്ഥത ഉണ്ടാകാം, ഇവയൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ടെക്നിക്ക് അതാണ് നമ്മളിപ്പോൾ ഒരു ചോദ്യം കണ്ടത്. ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ അല്ലേ? അടുത്തത് ഒബേസിറ്റി ആൻഡ് സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ. ഗാഡ്ജറ്റുകളിൽ അമിതമായി സമയം ചെലവഴിക്കുന്നത് ശാരീരിക പ്രവർത്തനങ്ങൾ കുറയ്ക്കുന്നതിനും ശരീരഭാരം വർദ്ധിപ്പിക്കുന്നതിനും ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാക്കാനും കാരണമാകും. ലാപ്ടോപ്പ്, ഇത്തരത്തിലുള്ള ഇന്റർനെറ്റ് ഒക്കെ ഒരുപാട് ടൈം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകണ്ടേ? അത്തരത്തിലുള്ള കുറച്ച് പരിഹാരങ്ങൾ, സൊല്യൂഷനാണ് പറയുന്നത്. സ്ക്രീൻ സമയം പരിമിതപ്പെടുത്തുക. സിമ്പിൾ അല്ലേ? ഡിജിറ്റൽ ലോകത്ത് നിന്ന് ഇടയ്ക്കിടെ ബന്ധം വിജയം, കുറേ ടൈം ഇരിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ആ ഡിജിറ്റൽ ലോകത്ത് നിന്ന് ഇടയ്ക്ക് ഫോണൊക്കെ മാറ്റി വെക്കുക. അതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. കരുതലോടെയുള്ള ഓൺലൈൻ സാന്നിധ്യം മാത്രം ശ്രദ്ധിച്ച് മാത്രം അത് ഉപയോഗിക്കുക. ആരോഗ്യകരമായ ഉറക്കശീലങ്ങൾ, കൃത്യമായിട്ട് ഉറങ്ങുക. ഓൺലൈൻ ഇടപെടലുകൾ സന്തുലിതമാക്കാൻ ശക്തമായി വ്യക്തിബന്ധങ്ങൾ നിലനിർത്തുക. ഇത് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ചോദ്യങ്ങൾ ചോദിക്കാം. നമ്മുടെ ലൈഫിലും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അടുത്തൊരു ചോദ്യത്തിലേക്ക് വരാം. ഓക്കെ, കോൺസ്റ്റന്റ്ലി സെർച്ചിങ് ഓൺലൈൻ ഫോർ ഹെൽത്ത് ഇഷ്യൂസ് ആൻഡ് ഫീലിംഗ് ആങ്ഷ്യസ് ഈസ് കോൾഡ് ഡാഷ്. ഓൾറെഡി നമ്മളിത് പഠിച്ചു കഴിഞ്ഞു. തുടർച്ചയായി ആരോഗ്യ പ്രശ്നങ്ങൾക്കായി ഓൺലൈനിൽ തിരയുകയും ആശങ്കപ്പെടുകയും ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലേ. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് സൈബർ കോൺട്രിയ. ഡ്യൂറിങ് എക്സാം അപ്പു ഷെയർസ് ഫാൾസ് ഇൻഫർമേഷൻ ഓൺലൈൻ. അപ്പു എന്ത് ചെയ്ത് എക്സാമിൻ്റെ ടൈമിൽ കുറേ ഫോൾസ് ആയിട്ടുള്ള തെറ്റായുള്ള വിവരങ്ങൾ ഷെയർ ചെയ്തു, സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഷെയർ ചെയ്തു. ഇത് എന്താണ്? സോ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ്, വ്യാജവാർത്ത. ഓൺലൈനിൽ മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ മാന്യമായും ആദരവോടെയും പെരുമാറുന്നതിനുള്ള നിയമങ്ങളെ എന്ത് പറയുന്നു? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ടെക്സ്റ്റ് ബുക്കിൽ അവസാന ഭാഗത്ത് ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. നെറ്റിക്വറ്റ് എന്ന് പറയുന്നത് ഓൺലൈനായിട്ട് നമ്മൾ മറ്റുള്ളവരോട് ഇടപഴകുന്ന സമയത്ത് മാന്യമായിട്ടും ആദരവോടെയും നമ്മൾ പെരുമാറണം. അതിനുവേണ്ടി കുറച്ച് നിയമങ്ങളുണ്ട്. അതിനെ നമ്മൾ നെറ്റിക്വറ്റ് എന്നാണ് പറയുന്നത്. അടുത്തത് ഒരു വെരി ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആണ്. 5 ഓപ്ഷൻസ് ഉണ്ടാവും, അതിൽ 2 എണ്ണമായിരിക്കും ശരിയായിട്ടുണ്ടാവുക. അപ്പോൾ സ്പോയിലർ, സിമ്പിളാണ് ചോദ്യം. സ്പോയിലർ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? സ്പോയിലർ എന്ന് പറയുന്ന ഒരു ടേം നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടാവും. പ്രത്യേകിച്ച് സിനിമ റിവ്യൂ ഒക്കെ കാണുന്നവരാണെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സ്പോയിലർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സിനിമയുടെയോ അല്ലെങ്കിൽ ഒരു നോവലിൻ്റെയോ ഒക്കെ തന്നെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ സസ്പെൻസുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ ബാക്കിയുള്ളവരോട് അങ്ങോട്ടേക്ക് വിളിച്ചു പറയാം. ഇതിനെയാണ് നമ്മൾ സ്പോയിലർ എന്ന് പറയുന്നത്. ഇൻഫർമേഷൻ ദാറ്റ് റിവീൽസ് മേജർ പ്ലോട്ട് പോയിന്റ്സ് ഓഫ് എ മൂവി ഓർ നോവൽ. ഒരു സിനിമയുടെയോ നോവലിൻ്റെയോ പ്രധാന ഇതിവൃത്തം വെളിപ്പെടുത്തുന്ന വിവരങ്ങൾ ആണോ? അതെ, ആണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്പോയിലർ. അപ്പോൾ ഇവിടെ ഒരു ആൻസർ കിട്ടി. ഇൻഫർമേഷൻ ദാറ്റ് ക്യാൻ റൂയിൻ എ സർപ്രൈസ്. ഒരു സർപ്രൈസ് നശിപ്പിക്കാൻ സാധ്യതയുള്ള വിവരങ്ങൾ. അതൊരു സിനിമ അല്ലെങ്കിൽ ഒരു നോവലിലൊക്കെ സർപ്രൈസ് ആയിട്ടുള്ള ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഭാഗങ്ങളായിരിക്കും. അപ്പോൾ അത് നശിപ്പിക്കാൻ സാധ്യതയുള്ള വിവരങ്ങളെ നമുക്ക് എന്ത് പറയാം? സ്പോയിലർ എന്ന് പറയാം. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മളിവിടെ നോക്കിയത്. ഇത് മാത്രം കൊണ്ട് നമ്മൾ ഈ ഒരു ചാപ്റ്റർ തീരുന്നില്ല. കുറേ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. കുറച്ച് സമയം കൊണ്ട് കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് നോക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഈ ഒരു വീഡിയോയുടെ എയിം എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. കൂടുതൽ വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.